ഹായ് 2025 മൈ ഡ്രീം മൈ ഇയർ 14 ഡേയ്സ് ചലഞ്ചിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഡേ 1 മുതൽ ഡേ 7 വരെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തവർക്ക് കൺഗ്രാറ്റുലേഷൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പ്ലേലിസ്റ്റ് ഐ ബട്ടണിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും മിസ്സായി പോയ വീഡിയോസ് കണ്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ചു വരിക. ഇന്ന് ഡേ 8 ആണ്. ഡേ 8ൽ പറയാൻ പോകുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ്. കോൺഫിഡൻസ് എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല. നമ്മൾ ചെയ്യില്ല എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് പേടിയുള്ള, അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ പേടിച്ച കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ വളരുന്നതാണ് കോൺഫിഡൻസ്. ഡേ 7 പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ലിസ്റ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രോഗ്രസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രസ് ഓരോന്നോരോന്നായി ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താ വളരുന്നത്? കോൺഫിഡൻസ് അല്ലേ? പേടി കൊണ്ട് ചെയ്യാൻ മാറ്റിവെച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഭയത്തെ നിങ്ങൾ മുഖത്തോട് മുഖം കാണും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. ദിവസേനയുള്ള പുരോഗതി നമ്മൾ എന്തായാലും നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ പുരോഗതി ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിൽ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. ഈ കോൺഫിഡൻസ് ഒന്നും കൂടെ കൂട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളത് ആഘോഷിക്കുക. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് കൂടുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസിന്റെ പോസ്റ്റർ ഉണ്ട്. അതായത് കോൺഫിഡൻസ് പോസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബോഡി ലാംഗ്വേജ്. അത് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ നമ്മൾ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. പുറത്ത് കാണിക്കാതെ നമ്മൾ നിൽക്കില്ലേ? നമ്മളിങ്ങനെ ഭയങ്കര ധൈര്യം, നമ്മൾ ഇന്നസെന്റിനെ കണ്ടിട്ടില്ലേ, പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അതുപോലെയല്ല, നമ്മൾ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കണ്ണിൽ നോക്കുക, നമ്മൾ ഷോൾഡറൊക്കെ വിരിച്ച് നിൽക്കുക. കോൺഫിഡൻസ് ഉള്ളവർ അങ്ങനെ ഉണ്ടാവുക. അപ്പം അങ്ങനെ തന്നെ നിൽക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി കുറച്ച് കുറയാൻ തുടങ്ങും. കുറഞ്ഞ് കോൺഫിഡൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സംസാരിക്കുമ്പോൾ ഉറച്ച സൗണ്ടോടുകൂടി സംസാരിക്കുക. ഉറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഉറച്ച് തന്നെ സംസാരിക്കാം. ഇനി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? എങ്ങനെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യുക? കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഈ ബോഡി ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുക. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, നേരെ നോക്കുക. നമ്മളിതിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഉറച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയിൽ നോക്കി, യെസ്, എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, ഇത് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഈസിയായി എത്തിച്ചേരും എന്ന് തന്നെ പറയുക. ഉറച്ച് സംസാരിക്കുക. ഇത് നമ്മൾ ദിവസേന പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതുക്കെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് അതായി മാറും. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുക. ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്യുക. ചെറിയ ചെറിയ ടാസ്കുകളാക്കുക. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു വിജയമായിട്ട് ആഘോഷിക്കുകയും വേണം. വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചുള്ള പാർട്ടിയല്ല. ചെറിയ എന്തെങ്കിലും മിഠായി വാങ്ങി നമ്മൾ കഴിച്ചാലും മതി, അത് തന്നെ വിജയം. ഈ വിജയം നമ്മൾ ആസ്വദിച്ച് കഴിയുമ്പോൾ, ആഘോഷിച്ച് കഴിയുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഈ ഭയത്തെ നമ്മൾ മാനിച്ച് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭയത്തോടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് പേടിയാണ് എന്ന് പറയുന്നതിന് പകരം എനിക്കത് ചെയ്യാൻ ആവേശമാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമുക്ക് എനിക്ക് പേടിയാണ് എന്ന് എപ്പോഴൊക്കെ പറയുന്നു, അതിന് മാറ്റി നമുക്ക് എനിക്ക് ചെയ്യാൻ ആവേശമാണ് എന്ന് പറയുക. നിങ്ങൾ ചെയ്യേണ്ടത്, ചെറുതാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്, ഭയത്തോടെ മാറ്റിവെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, നിങ്ങളുടെ കോൺഫിഡൻസ് പോസ്റ്റർ, അതായത് ബോഡി ലാംഗ്വേജ് അതെന്താണ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായി എഴുതുക. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. എങ്ങനെ ഉണ്ടായിരുന്നു ഡേ 8? കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.